സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പമുണ്ട്. മേഡം, സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സർവീസ് രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നതിനാലാണ് പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കാൻ നിർദ്ദേശം ഉയർന്നിരിക്കുന്നത്. ഇത് സ്വാഗതാർഹമാണോ? ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി ചുരുക്കുന്നത് സ്വാഗതാർഹം ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നിർദ്ദേശങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ, വീഡിയോയിൽ ഇത് പറയാമോ എന്ന് ചോദിച്ചു വരുന്ന വളരെ നല്ല നിർദ്ദേശങ്ങൾ, അതും മോശക്കാരിൽ നിന്നല്ല, വളരെ പ്രഗത്ഭരിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പോലും ഉണ്ട്. അതായത് ഇങ്ങനെ സ്ത്രീകൾക്ക് ബസ് സൗജന്യ യാത്ര നൽകുന്നത് നല്ലതാണ്, പക്ഷേ അതിനകത്ത് നിയന്ത്രണങ്ങൾ വേണം എന്ന് തന്നെയാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ഒരു മിസ്റ്റർ ജോർജ് കുട്ടി, അദ്ദേഹം വിളിച്ച് ചോദിച്ചത് ഒരു ട്രാൻസ്പോർട്ട് ലോട്ടറി തുടങ്ങിയാൽ ഈ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര വഴിയായിട്ട് KSRTCക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടം മുഴുവനും നമുക്ക് ലാഭമാക്കി മാറ്റിക്കൂടെ? അങ്ങനെ KSRTCയെ തന്നെ ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ? അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാരുണ്യ ലോട്ടറിയുടെ കാര്യം ഞാൻ ഓർത്തു. ശ്രീ ബിജു പ്രഭാകർ IAS ലോട്ടറിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കാരുണ്യ ലോട്ടറി എന്ന കോൺസെപ്റ്റ് അദ്ദേഹത്തിന് തോന്നി. അതായത് പാവപ്പെട്ട രോഗികൾ, ക്യാൻസർ പോലെ, കിഡ്നി പോലെ, ഹൃദയം പോലെ വളരെ പ്രധാനപ്പെട്ട 5 രോഗങ്ങൾ, ആ 5 രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ആയിട്ട് പാവങ്ങൾക്ക് കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കാരുണ്യ ലോട്ടറി എന്ന കോൺസെപ്റ്റ് മാണി സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. മാണി സാർ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി ചേർന്നാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവരുന്നത്. ഈ പർപ്പസ് ഇത് പാവങ്ങളുടെ രോഗത്തിൽ സഹായിക്കാനാണ് എന്നതുകൊണ്ട് തന്നെ ഏത് ധനാഢ്യനും കാരുണ്യ ലോട്ടറിക്ക് ടിക്കറ്റ് എടുക്കാൻ മടിക്കില്ല. അങ്ങനെ ധാരാളം പേര് ലോട്ടറിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, താല്പര്യമില്ലാത്തവർ പോലും കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കും. എന്ന് പറഞ്ഞതുപോലെ ഇത് സ്ത്രീകളുടെ ഒരു എന്താ പറയുക, അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി, സ്ത്രീകളെ എപ്പോഴും സ്ത്രീകൾ എല്ലാ സമൂഹങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അപ്പോൾ അവരെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ബസ് യാത്ര കൊണ്ട് എങ്ങനെയാണ് സ്ത്രീകൾ ഉയർന്നു വരിക എന്ന്, അവരുടെ യാത്ര സുഗമമായി വലിയ ചെലവില്ലാതെ യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ വിദ്യാഭ്യാസത്തിന്, അതുപോലെ തന്നെ ജോലികൾക്ക് ഒക്കെ പോകും. ഇപ്പം നമുക്കറിയാം, ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ 45 ലക്ഷത്തോളം കുടുംബശ്രീക്കാരുണ്ട്. അവർ പാവപ്പെട്ട, അതായത് മഞ്ഞ നീല കാർഡ് ഉടമകളായിരിക്കാം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ, അവരും സാമ്പത്തികമായിട്ട് താഴെ തട്ടിലുള്ള ശ്രേണിയിൽ ഉള്ളവരാണ്. വീട്ടുജോലിക്കായിട്ട് പോകുന്നവർ, അങ്ങനെ അതുപോലെ ആശാപ്രവർത്തകരെ പോലെ ഉള്ളവർ, ഇതുപോലെ ഉള്ള അംഗനവാടി ടീച്ചേഴ്സ്, ഈ പറയപ്പെട്ടവരൊക്കെ തന്നെ ഈ തരത്തിൽ ഈ ചെറിയ ബജറ്റുള്ളവർ, അതായത് ഇഷ്ടം പോലെ ബസ് യാത്ര, ഇവിടുത്തെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം ടിക്കറ്റ് ഫെയറൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് സംസ്ഥാനത്തേക്കാൾ ഉയർന്ന ടിക്കറ്റ് ഫെയറുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ ഈ പറയപ്പെട്ട തരത്തിലുള്ള സ്ത്രീ യാത്രക്കാർക്ക് അവരുടെ ബജറ്റ് വലിയൊരു തടസ്സമാണ് ബസ് യാത്ര. അപ്പോൾ അവർ നടന്നും ഓടിയും കഷ്ടപ്പെട്ടും ഒക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വനിതകൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള യാത്രാ സൗകര്യം നല്ലതാണ്. അത് പക്ഷേ എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളിലും വേണോ, അതോ ഈ പറഞ്ഞതുപോലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം വേണോ, അതോ ഓർഡിനറി ബസ്സുകളിലും ഫാസ്റ്റ് പാസഞ്ചറിലും വേണോ എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഒറ്റയടിക്ക് തീരുമാനത്തിലെത്തി ഗവൺമെൻറ് ഒരു ദുരന്തത്തിലേക്ക് എടുത്തു ചാടാനുള്ള ഒരവസരം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ മിസ്റ്റർ ജോർജ് കുട്ടി പറഞ്ഞതുപോലെ ഒരു ബസ് ലോട്ടറി, ട്രാൻസ്പോർട്ട് ലോട്ടറി, അതിന് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലോട്ടറി എന്ന് പേരിടേണ്ട, ആരെങ്കിലും വളരെ മനോഹരമായ ഒരു പേര് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ലോട്ടറി ഈ യാത്ര സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെടുത്തി ആ ലോട്ടറി തുടങ്ങിയാൽ തീർച്ചയായിട്ടും
അതൊരു നല്ല മാർഗമായിരിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല നിർദ്ദേശങ്ങളും വേറെയും പല കോണിൽ നിന്നും വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്, അതായത് കാതോലിക്കേറ്റ് കോളേജിൽ PhD ചെയ്യുന്ന ഒരു കുട്ടിയാണ് ധന്യ. ശാന്തിഗിരി ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് കൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കുട്ടിയാണ്. ആ കുട്ടി നല്ല മീൻസ് നല്ല സ്വഭാവിയും പ്രഗത്ഭയുമായ ഒരു വിദ്യാർത്ഥിനിയാണ് ഈ പറയപ്പെട്ട ധന്യ. അപ്പം ആ ധന്യ വഴിയായിട്ടാണ് എനിക്ക് ഇദ്ദേഹം ഈ ശാന്തിഗിരി ആശ്രമത്തിൽ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ ജ്ഞാന തപസി, അതായത് സ്വാമി നവകൃപ ജ്ഞാന തപസി, അദ്ദേഹം ഈ പറയപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസൽ, അതായത് സ്ത്രീകളുടെ സൗജന്യ യാത്ര, അദ്ദേഹം അതേപ്പറ്റി നല്ല പല നിർദ്ദേശങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഈ സൗജന്യ യാത്ര അത് തീർച്ചയായിട്ടും നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ സാർവത്രിക സൗജന്യ നിരക്ക് KSRTCയുടെ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതാണല്ലോ എല്ലാവർക്കുമുള്ള ആശങ്ക. ആ ആശങ്ക അദ്ദേഹത്തിനുമുണ്ട്. അപ്പം അതിന് അദ്ദേഹം പറയുന്ന ഇത് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങളായിട്ട് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്? 1. BPL വനിതകൾ കേരളത്തിനുള്ളിൽ 100% സൗജന്യ യാത്ര. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നിർദ്ദേശം. അദ്ദേഹത്തിൻ്റെ അടുത്ത നിർദ്ദേശം APL വനിതകൾ റേഷൻ കാർഡ് വിഭാഗം അനുസരിച്ച് കുടുംബ വരുമാനത്തിന് ആനുപാതികമായ ഘട്ടം ഘട്ടമായുള്ള ഇളവ്. അതാണ് അദ്ദേഹം പറയുന്നത്. കാരണം APLൽ പെട്ടതുകൊണ്ട് മാത്രം ബസ് യാത്ര സുഖമായി, അതായത് എളുപ്പമാകണമെന്നില്ല എല്ലാവർക്കും. APL വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ കുറഞ്ഞ വരുമാനക്കാരുണ്ടാകും. അപ്പോൾ അവരെ നോക്കി അതനുസരിച്ച് തീരുമാനിക്കണം. പിന്നെ അതുപോലെ KSRTCയുടെ ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലെ സംസ്ഥാനാന്തര യാത്രയ്ക്ക് മാത്രം ബാധകം. സംസ്ഥാനത്തിനകത്തുള്ള യാത്രയ്ക്ക് മാത്രമേ ഈ സൗജന്യം കൊടുക്കാവൂ. അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഇങ്ങനെ ഒരു സൗജന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വീണ്ടും അദ്ദേഹം പറയുന്നു, ഡിജിറ്റൽ വിദ്യാർത്ഥി ട്രാവൽ കാർഡ് സംവിധാനം കൊണ്ടുവരണം. ഓരോ കാർഡും ആധാർ നമ്പർ, റേഷൻ കാർഡ് നമ്പർ, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കണം. അതായത് ഇതിനകത്ത് ചൂഷണം ഉണ്ടാകാതിരിക്കാനാണ് അദ്ദേഹം ഇതുപോലെ ഒരു വളരെ കൃത്യമായ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇവിടെ വരുത്തണം എന്ന് പറയുന്നത്. ഇനി പുതുക്കൽ സജീവമായ എൻറോൾമെൻറ്റ് ഉറപ്പാക്കുന്നതിനും ദുരുപയോഗം തടയുന്നതിനുമായി കോളേജ് സ്ഥാപന പോർട്ടൽ വഴി എല്ലാ മാസവും കാർഡ് പുതുക്കണം. ഉപയോഗം ബസ്സിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് യാത്രയും വിഭാഗവും രേഖപ്പെടുത്തുന്നു. പേപ്പർ ടിക്കറ്റ് ആവശ്യമില്ല. ഇനി ഇതിൻ്റെ യുക്തിയും കൂടി, അതായത് അദ്ദേഹം സമഗ്രമായിട്ട് ഇതേപ്പറ്റി ആലോചിച്ച് പഠിച്ചതിന് ശേഷമാണ് ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് സർവ്വമംഗളങ്ങളും നേർന്നുകൊണ്ട് വേണം ഈ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാൻ. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ യുക്തി: 1. സമത്വം. വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഏറ്റവും തടസ്സങ്ങൾ നേരിടുന്ന BPL വനിതകൾക്ക് പരമാവധി പ്രയോജനം ലഭിക്കുന്നു. അതാണ് ഈ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഒന്നാമത്തെ യുക്തി. രണ്ടാമത്തെ യുക്തി സുസ്ഥിരത. സാർവത്രിക സൗജന്യ നിരക്കിനെ അപേക്ഷിച്ച് KSRTCയുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നു. അതായത് ഈ BPL വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് ചുരുക്കുന്നത് കൊണ്ട് സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നു. 3. ഡേറ്റയും ഉത്തരവാദിത്വവും. പ്രതിമാസ പുതുക്കലും ഡിജിറ്റൽ ലിങ്കിങ്ങും ഭാവി ആസൂത്രണത്തിനായി പരിശോധിക്കാവുന്ന ഗുണഭോക്തൃ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നു. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാഠവും കൂടി അദ്ദേഹം പഠിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പാഠവും കൂടി എന്താണെന്ന് നോക്കാം. കർണാടക ശക്തി പദ്ധതി 2023 ജൂണിൽ കർണാടക എല്ലാ വനിതകൾക്കും സൗജന്യ ബസ് യാത്ര അവതരിപ്പിച്ചു. പ്രഭാവം: യാത്രക്കാരുടെ എണ്ണം 40% വർദ്ധിച്ചു. എന്നാൽ KSRTCയും മറ്റ് സംസ്ഥാന ഗതാഗത സ്ഥാപനങ്ങളും പ്രതിവർഷം 4000 കോടിയിലധികം വരുമാന നഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഇത് നമ്മുടെ സർക്കാർ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ പാഠം: ലക്ഷ്യബദ്ധമല്ലാത്ത സൗജന്യ യാത്ര സംസ്ഥാന ഗതാഗത സ്ഥാപനങ്ങളെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുകയും സേവന നിലവാരം തകർക്കുകയും ചെയ്യും.
സാർവത്രിക സൗജന്യ യാത്രയുടെ പ്രതീക്ഷിക്കുന്ന അനന്തരഫലങ്ങൾ സ്വാമിയുടെ നിരീക്ഷണം: 1. സാമ്പത്തിക സമ്മർദ്ദം KSRTCക്ക്. 2. സേവന നിലവാര തകർച്ച. 3. നയ അസ്ഥിരത. 5. ആശ്രിതത്വ സ്വഭാവം. ഇനി നടപ്പാക്കൽ റോഡ് മാപ്പും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. എന്താണ്? ഘട്ടം 1: കോളേജുകൾ വഴി വിദ്യാർത്ഥി ഡാറ്റ, ആധാർ, റേഷൻ കാർഡ്, മൊബൈൽ എന്നിവയുമായി സംയോജിപ്പിക്കുക. 2-3 മാസം. ഘട്ടം 2, അതായത് 2-3 മാസം കൊണ്ട് 1-ാം ഘട്ടം പൂർത്തിയാക്കണം. 2-ാം ഘട്ടം ഡിജിറ്റൽ ട്രാവൽ കാർഡുകൾ വിതരണം ചെയ്യുകയും ബസ്സുകളിൽ കാർഡ് റീഡറുകൾ സ്ഥാപിക്കുകയും ചെയ്യുക. 3-4 മാസം അതിനെടുക്കും. ഇനി അത് കഴിഞ്ഞ് ഘട്ടം 3: പ്രതിമാസ പുതുക്കൽ സംവിധാനത്തോടെ 3 ജില്ലകളിൽ പൈലറ്റ് നടപ്പാക്കുക. 1 സെമസ്റ്റർ. ഘട്ടം 4: നിരീക്ഷണ ഡാഷ്ബോർഡോടെ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുക. 6-9 മാസം എടുക്കും അതിന്. ഉപസംഹാരവും നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ: സാർവത്രിക സൗജന്യ യാത്രയ്ക്ക് പകരം ലക്ഷ്യബദ്ധവും ഉത്തരവാദിത്വമുള്ളതുമായ മാതൃക സ്വാമി ശുപാർശ ചെയ്യുന്നു. കേരളത്തിനുള്ളിൽ BPL വനിതാ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര. APL വനിതാ വിദ്യാർത്ഥികൾക്ക് വരുമാന അടിസ്ഥാനത്തിലുള്ള ഇളവ്. സുതാര്യതയും ചോർച്ച തടയലും ഉറപ്പാക്കാൻ പ്രതിമാസ പുതുക്കലും ആധാർ റേഷൻ ഫോൺ ലിങ്കിങ്ങും. ഇത് വനിതകളുടെ യാത്രാ സൗകര്യവും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും KSRTC സാമ്പത്തിക ആരോഗ്യവും സന്തുലിതമാക്കും. നടന്നുകൊണ്ടിരിക്കുന്ന നയ ചർച്ചകളിൽ നിങ്ങളുടെ അവലോകനവും പരിഗണനയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ ചർച്ചകൾക്ക് ശാന്തിഗിരി ആശ്രമം ലഭ്യമാണ്. അപ്പോൾ ഇത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആകപ്പാടെയുള്ള അവരുടെ ആശ്രമം മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളായിട്ട് കണക്കാക്കണം. ഒരുപക്ഷെ ഈ നിർദ്ദേശങ്ങൾ താങ്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യമുള്ളത്, ഈ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകുമ്പോൾ ടിക്കറ്റ് വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തുമെന്നാണ് പറയുന്നത്. ഇതിനായി പ്രതിമാസം ഏകദേശം 90 മുതൽ 100 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക്. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണ് ഈ 100 കോടി രൂപ കൂടി സർക്കാർ കണ്ടെത്തി കൊടുക്കേണ്ടത്. സർക്കാർ പ്രതിസന്ധിയിലാകുമോ? സർക്കാർ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. കാരണം KSRTC എല്ലാ കാലത്തും പ്രതിസന്ധിയിലാണ് കേരളത്തിൽ. ഒന്നാമത് ബസ് ജീവനക്കാരുടെ ആ റേഷ്യോ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ ഉയർന്ന റേഷ്യോയിലാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശമ്പളം, കൂടുതൽ പെൻഷൻ, ഇതെല്ലാം KSRTC കണ്ടെത്തേണ്ടി വരും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉരുത്തിരിയാതിരിക്കാനാണ് ഈ ജ്ഞാനതപസ്വിയെ പോലെയുള്ളവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതായത് എല്ലാവർക്കും സൗജന്യ യാത്ര വേണ്ട, നോക്കി അന്വേഷിച്ച് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ജോർജ് കുട്ടി SBI റിട്ടയർഡ് മാനേജർ പറഞ്ഞതുപോലെ ഒരു ലോട്ടറി സിസ്റ്റം കൊണ്ടുവരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ലോട്ടറി, വിഷു ലോട്ടറി, ക്രിസ്മസ് ലോട്ടറി, എല്ലാ തരം ലോട്ടറികളും ഓടിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ നന്നായിട്ട് കാരുണ്യ ലോട്ടറി പോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലോട്ടറി സിസ്റ്റം കൊണ്ടുവന്നാൽ KSRTC നഷ്ടത്തിലോടുന്ന അവസ്ഥയിൽ നിന്ന് ലാഭത്തിലോടുന്ന അവസ്ഥയിലേക്ക് UDF ഗവൺമെൻറ്റിന് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതിന് പ്രഗത്ഭനായ ഒരു മന്ത്രിയുമാണ് ട്രാൻസ്പോർട്ടിൽ ലഭ്യമായിട്ടുള്ളത്, മിസ്റ്റർ CP ജോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളിൽ ജ്ഞാനതപസ്വി തന്നിരിക്കുന്ന അഭിപ്രായം, അത് പോത്തൻകോട് ആശ്രമത്തിൻ്റെ അഭിപ്രായമായിട്ട് തന്നെ കണക്കിലെടുത്തുകൊണ്ട്, ആശ്രമത്തിൻ്റെ അഭിപ്രായമായതുകൊണ്ട് ആണ് അത് മികച്ചതാകുന്നത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ച്. വളരെ മികച്ച തരത്തിൽ വളരെ സ്ട്രക്ചേർഡായിട്ട് സ്റ്റഡീഡായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവിടെ നിന്ന് രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയത്. അപ്പം ഇത്ര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ KSRTC ലാഭത്തിൽ തന്നെ പോകാൻ പറ്റും. ഇപ്പോൾ പോകുന്ന നഷ്ടത്തെ പോലും ഓവർകം ചെയ്ത് ലാഭത്തിൽ ഓടാൻ പറ്റും. ഈ സൗജന്യ യാത്ര വനിതകൾക്ക് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ. മാഡം, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കോവിഡിന് മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം പേർ യാത്ര ചെയ്തിരുന്ന KSRTCയിൽ നിലവിൽ
ആ യാത്രക്കാർ എന്ന് പറയുന്നത് 20 മുതൽ 25 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. സൗജന്യ യാത്ര വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് KSRTC പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പദ്ധതി വിജയകരമാകുമോ? അതായത് KSRTC പ്രതീക്ഷിക്കുന്നത് ലാഭം കൊണ്ട് വിജയമാക്കുക എന്നാണോ? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ വിചാരിക്കുന്നത്. കാരണം എണ്ണം കൂടും തീർച്ചയായിട്ടും. അതായത് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ നടന്നു പോകുന്ന സ്ത്രീകളും, അതായത് ഒരു കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഒക്കെ ദൂരം പോയാൽ മതി വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളാകാം, അതുമല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തനത്തിന് പോകുന്ന സ്ത്രീകളാകാം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവരാകാം, അല്ലെങ്കിൽ ആശാ വർക്കേഴ്സാകാം, ഇങ്ങനെ, അല്ലെങ്കിൽ അംഗനവാടി ടീച്ചേഴ്സാകാം. ഇത്തരക്കാരൊക്കെ ഒരുപാട് ദൂരം പോകുന്നവരും കാണും, കുറച്ച് ദൂരം 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ഒക്കെ പോകുന്നവർ കാണും. അപ്പോൾ 2-3 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ ഇവർ നടന്നായിരിക്കും പോകുന്നത്. സാധാരണ രീതിയിൽ അവിടെ പോലും ഇവിടെ നമുക്കറിയാം മിനിമം ടിക്കറ്റ് ഫെയർ ഒക്കെ വളരെ ഹൈ ആണ് കേരളത്തിൽ. അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം സ്ത്രീകൾക്ക് ഇത് വലിയ ഒരു ലോട്ടറി പോലെയാണ്. അവർക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്ത് അവരുടെ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നു. അങ്ങനെ പക്ഷേ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നുവെങ്കിലും അവർ ഫ്രീ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് എന്നതുകൊണ്ട് ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വരുമാന വർധനവ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വരുമാന വർധനവ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് മൂലം KSRTC നഷ്ടത്തിലേക്കും പോകാതിരിക്കാനും ഈ പറയപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഈ ചേർത്ത് പിടിക്കൽ എന്ന ലക്ഷ്യം അപകടത്തിലാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിപ്പോൾ ജ്ഞാനതപസ്വി പറഞ്ഞ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലോട്ടറി എന്ന സിസ്റ്റം ഇതൊക്കെ മുൻപോട്ട് വയ്ക്കുന്നത്. ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ സാധാരണക്കാരായ വോട്ടേഴ്സിൻ്റെ ഉള്ളിൽ കാണും. അത്തരക്കാർ ആ അഭിപ്രായങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ രേഖപ്പെടുത്തട്ടെ, ലെറ്റർ ടു ദി എഡിറ്ററായിട്ടോ ഒക്കെ രേഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് അതിനനുസരിച്ച് ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകും.